എല്ലാ സൺഡേസും ഞങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാറുണ്ട്. സോ ഇന്നത്തെ സ്പെഷ്യൽ മുത്തിന്റെ ബർഗറാണ്. മുത്ത് പല രീതിയിലാണ് പൊതുവെ കുക്ക് ചെയ്യാറ്. ഓരോ വട്ടവും ഓരോ രീതിയിലായിരിക്കും അതിന്റെ സോസും ടേസ്റ്റും ഒക്കെ വരുന്നത്. നേരത്തെ കത്തി രാവി കൊണ്ടിരുന്നത് ചിക്കൻ ഇങ്ങനെ മുറിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ബ്രോസ്റ്റഡ് ഉള്ളിൽ വെക്കില്ലേ, അപ്പൊ ബ്രോസ്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ മുറിക്കുന്നത്. നമുക്ക് രണ്ടുപേർക്കും തൽക്കാലം 2 ബർഗറിന് ഇത്രമാത്രം പീസ് മതി. ഇതിനാദ്യം വേണ്ടത് മൈദാവാണ്. ഒരു 2 സ്പൂൺ മൈദമാവ് വേണം. കൂടാതെ 1 സ്പൂൺ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല കുറച്ച്, പിന്നെ കോൺഫ്ലവറും. ഈ കോൺഫ്ലവറും മൈദയാണ് നമുക്ക് ഈ ഒരു ക്രിസ്പിനെസ് കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആ ചിക്കൻ ഉണ്ടല്ലോ, ആ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ എടുത്ത് നല്ല രീതിയിലൊന്ന് ഇങ്ങനെ പുതച്ച് കൊടുക്കുമെന്ന് പറഞ്ഞ കണക്ക് നല്ല രീതിയിൽ അതൊരു മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ പാനിൽ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ചൂടായതിനു ശേഷം നമ്മുടെ ഈ ചിക്കൻ എടുത്ത് ഇങ്ങനെ തുരുതുരുത്തരായിട്ട് കൊടുക്കുക. ഇതിന്റെ കൂട്ടത്തിൽ ഒട്ടും മറക്കരുതാത്തൊരു കാര്യമാണ് വെളുത്തുള്ളി ഇതിന്റെ ഫ്ലേവർ മൊത്തത്തിൽ അങ്ങ് മാറ്റും കേട്ടോ. ചിലർക്ക് വെളുത്തുള്ളി ഇഷ്ടമല്ലായിരിക്കും, പക്ഷെ ഇഷ്ടമുള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫ്രൈ ആയ ചിക്കൻ നമ്മളൊന്ന് മാറ്റി വെക്കുക. പിന്നെ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാം, ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ടോ എന്ന്. ഉപ്പ് കറക്റ്റ് ഇല്ല എങ്കിലും നമുക്ക് ഇപ്പൊ തൽക്കാലം ഒന്നും ചെയ്യാൻ പറ്റില്ല, കാര്യം ഫ്രൈ ആയി പോയല്ലോ. ഇനിയാണ് ഇതിന്റെ മെയിൻ കഥാപാത്രം, സോസ്. ഈ ഒരു ബർഗറിൽ വെക്കുന്ന സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇനി കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ എണ്ണയും അതിന്റെ കൂടെ ഇട്ടിട്ടുള്ള വെളുത്തുള്ളിയും എടുത്തതിന് ശേഷം കുറച്ച് സോയാ സോസ്, ടൊമാറ്റോ സോസ്, കുറച്ച് കോൺഫ്ലവർ, ഇതെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിക്കുക. ഈ കോൺഫ്ലവർ നമ്മൾ സോസ് ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കൺസിസ്റ്റൻസി നല്ല തിക്ക് ആവാൻ വേണ്ടിയിട്ടാ. ഇത് അടിച്ചിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള ഒരു മണം ഉണ്ടല്ലോ എന്റെ പൊന്നേ, ഭയങ്കര മണമാണ്. നല്ല ആ ഒരു സോസ് അങ്ങനെ അങ്ങ് നക്കി കഴിക്കാൻ തോന്നും. ഇനി വേണ്ടത് ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബന്നാണ്. നമ്മൾ ഈ ബന്ന് വാങ്ങിയിരിക്കുന്നത് ലുലു മാളിൽ നിന്നാണ്. നോർമൽ ഷോപ്പിൽ നിന്ന് നമ്മൾ വാങ്ങാറുണ്ട്. ദെൻ ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് ബട്ടർ ഇട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഈ ഒരു ബണ്ണ് ചൂടാക്കാൻ വെച്ചിട്ട് നമ്മുടെ ആ സോസ് ഉണ്ടല്ലോ അതെടുത്ത് നല്ല രീതിയിൽ നാലിലും ഒന്ന് പുരട്ടി കൊടുക്കുക. ഇനി നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇല്ലേ, അതൊന്ന് പീസ് ആക്കി 2 ബന്നിലും വെച്ച് കൊടുക്കുക. വേണമെന്നുള്ള ഒരു പൊട്ടറ്റോ ഫ്രൈയും ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പൊ നമുക്ക് സമയം അങ്ങോട്ട് വെറുതെ കളയാൻ വയ്യാത്തത് കൊണ്ട് പൊട്ടറ്റോ ഫ്രൈ ഒന്നും ചെയ്തില്ലെന്നേ ഉള്ളൂ. അതും കൂടി വെക്കുവാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ചീസ് ഉണ്ടായിരുന്നു, അപ്പൊ ആ ചീസും ഒന്ന് 2 ബന്നിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മതി. ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ കുറച്ചൊന്ന് സോസും കൂടി വീത്തി അങ്ങനെ കഴിക്കുക. പണ്ടൊക്കെ ലുലു മാളിൽ പോകുന്നതേ ബർഗർ കഴിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. പുറത്ത് എപ്പോൾ പോയാലും ബർഗർ, ഷവർമ, ഷവായി ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കഴിക്കുന്നത് പൊതുവേ ഞങ്ങളങ്ങ് നിർത്തിയിട്ട് ഇപ്പൊ മാക്സിമം വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഉണ്ടാക്കി കഴിക്കുന്നതും ഒരു സന്തോഷമാണല്ലോ.